നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മളല്ല എന്നുള്ളതാണ് പ്രശ്നം. പലപ്പോഴും അവരെല്ലാവരും റോജിനെ കണ്ടിരിക്കുന്നത് മറ്റൊരു ആംഗിളിൽ നിന്നാണ്. ഇപ്പോൾ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നത് പോലും ഞാൻ എൻ്റെ ബോധത്തിൽ നിന്നുകൊണ്ടല്ല ഇതൊന്നും പറയുന്നത്. പോട്ടെ, ഇനൊന്നുമില്ല എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നമുക്ക് നമ്മുടെ കാൽച്ചുവട്ടിൽ മണ്ണിങ്ങനെ പതുക്കെ ഒലിച്ചങ്ങും നമ്മളിങ്ങനെ ഭൂമിക്കടിയിലൂടെ താഴ്ന്നു പോകുന്നൊരവസ്ഥയുണ്ട്. അതൊരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ അതൊരു ഭിക്ഷയായിട്ട് നമുക്ക് വേണം. അതായത് ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എന്നെ സ്നേഹിച്ചാൽ മാത്രമേ അത് എനിക്ക് സ്നേഹമായിട്ട് ഫീൽ ചെയ്യൂ. ഏവർക്കും നമസ്തേ. എബാക് മീഡിയയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ടി ടി വർഗീസ്, സൈക്കിക് മീഡിയം തെരേസ എന്നറിയപ്പെടുന്നു. ഇന്ന് എൻ്റെ കൂടെ ആയിരിക്കുന്നത് ആദരണീയനായ മിസ്റ്റർ റോജിൻ. അദ്ദേഹം നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനാണ്. ഇന്ന് ഇദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത് ഞാനാണ്. ഇൻ്റർവ്യൂ ഒന്നുമില്ല, ഞങ്ങൾ സിമ്പിളായിട്ട് സംസാരിക്കുന്നു. റോജിൻ, നമസ്തേ അഗെയിൻ. പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, നേരിട്ട് കാണാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. തിരിച്ചു എന്താണ് താങ്കളെ താങ്കളാക്കുന്ന ആത്മീയത? ഒരു കോംപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. എന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ആത്മീയതയുടെ തുടക്കം എന്നത്. അപ്പോൾ എന്നിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു, എന്തെല്ലാം ഇല്ല എന്നുള്ള എൻ്റെ ഒരു ബോധത്തിൽ നിന്നാണ് ആത്മീയതയുടെ തുടക്കം. എന്നിലുണ്ടായിരുന്നതൊന്നും സ്ഥിരമല്ല, അല്ലെങ്കിൽ എന്നിലുണ്ടായിരുന്നതെല്ലാം എന്നെങ്കിലും നഷ്ടപ്പെടുമെന്നെൻ്റെ ഒരു ആ ബോധത്തിൽ നിന്നാണ് പലപ്പോഴും ഞാൻ ഇതിന്ന് ഇത്തരത്തിലുള്ള കാര്യത്തിലോട്ട് തിരിഞ്ഞ്. കോംപ്ലിക്കേഷനാണ് ഉത്തരം. എങ്കിലും ഒരു പക്ഷേ എന്നെ തേടി നടന്നത് അത് എന്നെ ആയിരുന്നില്ല, അതെൻ്റെ സന്തോഷങ്ങളെയായിരുന്നു, എൻ്റെ സ്വപ്നങ്ങളെയായിരുന്നു. ആ അലച്ചിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും തേടി നടക്കുന്നത്. കണ്ടെത്തിയോ? കണ്ടെത്തി. അവസാനം ഞാൻ എൻ്റെ ഒരു ആത്മീയത ഞാൻ കണ്ടെത്തുന്നത് തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു ആശ്രമത്തിൽ നിന്നാണ്. ലൈഫിൻ്റെ വളരെ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ. ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. എന്നെ കാണുന്ന പ്രേക്ഷകർക്കൊന്നും എനിക്ക് ഇത്തരത്തിലുള്ളൊരു ഫേസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളുണ്ടെന്നോ ആർക്കും അറിയില്ല. ഒരു പക്ഷേ ഇൻക്ലൂഡിങ് എൻ്റെ ഫാമിലിക്ക് പോലും അറിയില്ല എന്നുള്ള സത്യം. പലപ്പോഴും അവരെല്ലാവരും റോജിനെ കണ്ടിരിക്കുന്നത് മറ്റൊരു ആംഗിളിൽ നിന്നാണ്. ഒരു പക്ഷേ എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ മാധ്യമപ്രവർത്തനം ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോമഡി വീഡിയോസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ വീഡിയോസിൽ ദേഷ്യപ്പെടുന്ന അത്തരത്തിലുള്ള ഒരാളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഒരിക്കലും എൻ്റെ ഒരു സ്പിരിച്വാലിറ്റി പുറത്തോട്ട് വിട്ടിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നിയത്. പക്ഷേ കുറേ നാളുകളായിട്ട് എനിക്ക് ചുറ്റും സംഭവിക്കുന്നത് ഒരു പക്ഷേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല. ഒരുപാട് ആളുകൾ തേടി വരുന്നു, അത് ഹീലിംഗ് സംഭവിക്കുന്നു. ഇപ്പോഴും എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അതൊരു ഹീലിങ്ങിലോട്ട് എങ്ങനെ കടക്കുന്നു എന്ന് എനിക്കറിയില്ല. പലപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഞാനല്ല പറയുന്നത്. ഞാൻ പാസ് ചെയ്യുന്ന എനർജി എൻ്റെ അല്ല. അത് ആ സമയത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. അത് കഴിഞ്ഞ് പിന്നെ ഞാനില്ല അവിടെ. ഇപ്പോൾ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നത് പോലും ഞാൻ എൻ്റെ ബോധത്തിൽ നിന്നുകൊണ്ടല്ല ഇതൊന്നും പറയുന്നത്. അടുത്ത നിമിഷം ഞാൻ പുറത്തോട്ട് ഇറങ്ങിയാൽ ഇതൊന്നും എനിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ വളരെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ, അത് ആ സിറ്റുവേഷൻ ഞാൻ പറയുന്നില്ല, ഒരു പക്ഷേ അത് പലപ്പോഴും വളരെ പേഴ്സണൽ ഒരു സിറ്റുവേഷൻ അല്ല, എൻ്റെ മാനസികാവസ്ഥ ഞാൻ നിന്നൊരു പോയിന്റ് വളരെ ഡേഞ്ചർ സിറ്റുവേഷൻ ആയിരുന്നു. ഡേഞ്ചർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അത് എന്തായിരിക്കും എന്ന്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ നമ്മൾ വിട്ട് കളയുന്നൊരു, പോട്ടെ ഇനൊന്നുമില്ല എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നമുക്ക് നമ്മുടെ കാൽച്ചുവട്ടിൽ മണ്ണിങ്ങനെ പതുക്കെ ഒലിച്ചങ്ങ് നമ്മളിങ്ങനെ ഭൂമിക്കടിയിലൂടെ താഴ്ന്നു പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ചുറ്റുമുള്ളതൊന്നും അല്ല, അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളോ അല്ലെങ്കിൽ ആളുകൾ കാണിച്ച കാര്യങ്ങളൊന്നും അല്ല, നമ്മൾ ഒറ്റയ്ക്കാണെന്ന് പറയുന്നൊരു ഭീകരമായൊരു ചിന്ത വരും. അതിൽ നിന്ന് പുറത്ത് കിടക്കാമെന്ന് ആയിരിക്കും പിന്നെ അടുത്തത്. പലപ്പോഴും പല സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ ആളുകളും ഇത്തരത്തിലുള്ള, നമ്മൾ ഇതിനു മുന്നേ നമ്മൾ രണ്ടുപേരും ഇരുന്ന് ഇതേ സാധനം ടോക്ക് ചെയ്തിട്ടുണ്ട്. ഈ വഴിയിലൂടെ കടന്നു പോയാൽ മാത്രമേ ഒരു പക്ഷേ ഇന്ന് ഞാൻ ഇരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ മുന്നിലിരിക്കുന്ന തെരേസേനെ പോലുള്ള ആളുകൾക്കും നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ ആൾക്കാർക്ക് ഞാൻ പറയുന്നത് ഒരു കണക്ഷൻ കിട്ടില്ല, അതാണ് പ്രശ്നം. ബൈ പ്രൊഫഷൻ റോജിൻ മാധ്യമ പ്രവർത്തകനായിരുന്നു. അതെ. അപ്പോൾ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള റോജിൻ അതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ ആണോ? ക്ലോസ് ആയിട്ടില്ല. ഞാനിപ്പോഴും സ്റ്റിൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മേഖലയാണ്. ഞാൻ പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നൊരു മേഖലയല്ല എന്നുള്ള ഇത്. ഞാനിപ്പോഴാണ് ആ ബാക്കിൽ വന്ന് ഒരു മാസമായിട്ടുള്ളൂ ആ ബാക്കിൻ്റെ പ്രേക്ഷകർ എന്നെ കാണാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇതിനു മുന്നേ മറ്റൊരു മീഡിയയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്.
ഞാൻ ഒരിക്കലും റോജിൻ ഒരു ആംഗ്രി ബേർഡ് ആണോ? ആണ് 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 പക്ഷെ അതെൻ്റെ ഫേക്കാണ്. ഫേക്ക് ആംഗ്രി റിയാലിറ്റി പറഞ്ഞാൽ അതെൻ്റെ ഒരു ഫേക്ക് സൈഡാണ്. പലപ്പോഴും ഞാൻ വളരെ ടഫായിട്ട് നിൽക്കുന്നതും വളരെ ബോൾഡായിട്ട് കാണിക്കുന്നതും എല്ലാം അത് എൻ്റെ പരാജയങ്ങളോ അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന എൻ്റെ ഉള്ളിലെ വീക്കായ ഒരു വ്യക്തി മറ്റുള്ളവർ കാണരുതെന്നും, അല്ലെങ്കിൽ ഞാനിപ്പോൾ തെരേസയുടെ മുന്നിൽ വളരെ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ വീക്കാണെന്നല്ലല്ലോ ചിന്തിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം എന്നെപ്പറ്റി എന്താ ചിന്തിക്കുന്നത്. ഭയങ്കര അഹങ്കാരിയാണ്, ഭയങ്കര ഇതാണ്, അങ്ങനെ ചിന്തിച്ചാൽ മതി. അത് ഞാൻ ഇഷ്ടപ്പെടുന്നു. അത് ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ ഇൻറ്റൻഷ്യലി ആണ് അങ്ങനെ ഒരു കാര്യം ചിന്തിപ്പിക്കുന്നത്. നമുക്ക് പല മനുഷ്യർക്കും അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ. എന്നെപ്പറ്റി എന്ത് ചിന്തിക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്താൽ അത് മാത്രമേ മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഒരു പക്ഷേ ചെയ്യേണ്ടി വരും. ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ല. ഒക്കെ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന പോലെ കമൻസിൽ ഇങ്ങനെ വരുവേ. ബേസിക്കലി നമ്മളെല്ലാ മനുഷ്യരും വളരെ വീക്കാന്നുള്ളത് അതാണ് സത്യം. നമ്മൾ ഫാമിലി ബേസ് എടുത്താലും നമുക്ക് എല്ലാവരും ഉണ്ട്, പക്ഷെ നമുക്ക് ആരുമില്ല. പിന്നെ നമുക്ക് ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ട സമയത്തല്ല ഇവരൊന്നും നമുക്കുള്ളത്. ഏകാന്തതയുടെ നിമിഷങ്ങൾ അഗാധമായ തീവ്ര പ്രണയത്തിന് വേണ്ടി അലഞ്ഞു തിരിയുന്ന ഒരു ആത്മാവാണോ? ആണ്, തീർച്ചയായിട്ടും. ഈ അലഞ്ഞു തിരിയുക എൻ്റെ ഒപ്പം തന്നെ ഒറ്റപ്പെടലാണ് ഒരു പക്ഷേ ആത്മീയതയിലോട്ട് കൂടുതൽ അടുപ്പിച്ചത്. സന്തോഷം എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞാനത് ഒരുപാട് തേടാൻ ശ്രമിച്ചു. സന്തോഷം അല്ലെങ്കിൽ ഹാപ്പിനെസ് എവിടെ നിന്നാണ് ഡെവലപ്പ് ആവണതെന്ന് എനിക്ക് മനസ്സിലായി. അത് ഒരിക്കലും നമ്മുടെ ഫാമിലിയിൽ നിന്നല്ല, പാർട്ട്ണറിൻ്റെ അടുത്തു നിന്നല്ല, ഭാര്യയുടെ അടുത്തു നിന്നല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്തു നിന്നല്ല, സുഹൃത്തുക്കളുടെ അടുത്തു നിന്നല്ല. ഇത് നമ്മളിൽ നിന്നാണ്. നമ്മളിൽ നിന്ന് ഇത് ഡെവലപ്പ് ആയാൽ അത് നമുക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാവർക്കും കിട്ടും. നമ്മളിൽ നിന്ന് ഡെവലപ്പ് ആയില്ലെങ്കിൽ നമ്മുടെ ചുറ്റും നമ്മളിലുള്ള നെഗറ്റിവിറ്റി ആയിരിക്കും മറ്റുള്ളവർക്ക് കിട്ടുന്നത്. ഒരു പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമല്ലേ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹിക്കണം, അതാണ് സ്നേഹം. തെരേസ ഇഷ്ടമുള്ളത് തരുന്നത് ഒരിക്കലും സ്നേഹമല്ല. അതൊരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ അതൊരു ഭിക്ഷയായിട്ട് നമുക്ക് വേണം. അതായത് ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എന്നെ സ്നേഹിച്ചാൽ മാത്രമേ അതെനിക്ക് സ്നേഹമായിട്ട് ഫീൽ ചെയ്യുള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ എപ്പോഴും എന്താ ചെയ്യുന്നത്, അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് അവർ സ്നേഹമെന്നും അവർ പറയുന്ന കാര്യം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരിക്കലും നമുക്ക് സ്നേഹമായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും ഇപ്പോൾ റോജിൻ പറഞ്ഞ പോലെ തന്നെ ചിന്തിക്കാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ റോജിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മറ്റൊരു വ്യക്തിനെ ഇങ്ങനെ സ്നേഹിക്കണം, ഞാൻ ഇങ്ങനെ സ്നേഹിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതായത് എനിക്ക് സ്നേഹം വേണ്ട, ബേസിക്കലി ഇപ്പോൾ എന്നെ എടുക്കണ്ട. ഇപ്പോൾ എനിക്ക് സ്നേഹം വേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഒരു പക്ഷേ ഞാൻ വളരെ വീക്കാവുന്നതായിരിക്കാം, ഞാൻ വേണ്ടി ഇമോഷണലി ഡൗൺ ആകുന്ന പോയിന്റ് ആയിരിക്കാം. ആ പോയിന്റാണ് എനിക്ക് വേണ്ട സ്നേഹം അറ്റാച്ച്മെൻറ്റ് വേണ്ടത്. അത് തെരേസയുടെ ഇഷ്ടമുള്ള സമയത്തല്ല എനിക്ക് തരേണ്ടത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇഷ്ടമുള്ള സമയത്തല്ല തരേണ്ടത്, ഇഷ്ടമുള്ള കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. അത് ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു 10 സെക്കൻഡോ 15 സെക്കൻഡോ ആയിരിക്കും. ആ സമയത്താണ് അത് എനിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. പലപ്പോഴും പല ബന്ധങ്ങളും പൊട്ടി തകർന്നു പോകുന്ന കാരണം എന്താ, പാർട്ട്ണർ തീരുമാനിക്കും അവൾക്ക് ഞാൻ എപ്പോൾ സ്നേഹിക്കണം, അവളെപ്പോൾ സ്നേഹിക്കണ്ട, അവളെ ഞാൻ എങ്ങനെ സ്നേഹിക്കണം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളതല്ലല്ലോ ആഗ്രഹിക്കുന്നത്. അല്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ സൗകര്യത്തിന് മറ്റൊരാൾക്കൊരു കാര്യം പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വലി ഭിക്ഷയാണ്. നമ്മൾ ഭിക്ഷ കൊടുക്കുന്നത് അങ്ങനെയല്ലേ? അതെൻ്റെ ഇഷ്ടം, അതെൻ്റെ സൗകര്യം, ഞാൻ എന്ത് കൊടുക്കണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പ്രയോറിറ്റി വെച്ചിട്ടല്ല ഞാനത് കൊടുക്കുന്നത്, അത് ഭിക്ഷയാണ്. അപ്പോൾ പലപ്പോഴും ഭിക്ഷ സ്വീകരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് എന്നെ സ്പിരിച്വാലിറ്റിയിലോട്ട് എത്തിച്ച കാര്യം. എന്ന് പറയുമ്പോൾ അതിനെ വേറൊരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുതരം ഹൈഡ് ആൻഡ് സീക്ക് പ്ലേ എന്ന് വേണമെങ്കിൽ പറയത്തില്ലേ? സത്യമായിട്ടും ഒളിച്ചോട്ടം, ഭയപ്പെട്ടുള്ള ഒളിച്ചോട്ടം. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിന് ഇഷ്ടമാണ്, അത് വേണം, അതിനോട് ആഗ്രഹമുണ്ട്. എന്നാൽ നമുക്കുണ്ടായിട്ടുള്ള ചില എക്സ്പീരിയൻസുകളുടെ ബേസിൽ നമ്മൾ ആ ഡോറെ ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു പ്രോസസ്സല്ലേ ഇപ്പം ഈ പറഞ്ഞത്? നമ്മളിലോട്ട് തിരിയണമെങ്കിൽ നമ്മൾ ആ ഡോറ് ക്ലോസ് ചെയ്യണ്ടേ? ശരിക്കും ചിന്തിച്ച് നോക്കുക. നമ്മൾ ഏറ്റവും അധികം ഭയപ്പെടുന്നത് നമ്മളെ ബന്ധങ്ങളെയല്ലേ? അതെ. വേറെ എന്തിനാണ് നമ്മൾ ഈ ലോകത്ത് ഭയപ്പെടുന്നത്? ശരിക്കും ചിന്തിച്ച് നോക്കി, വേറെ ഒന്നിനും നമ്മൾ ഭയപ്പെടുന്നില്ല. നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മളല്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മളെ നിയന്ത്രിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ആളുകളാണ്. അവരുടെ മാനസികാവസ്ഥ വെച്ചിട്ടാണ് അവർ നമ്മളെ നിയന്ത്രിക്കുന്നത്. അമ്മയ്ക്കൊരു മാനസികാവസ്ഥ, അച്ഛനൊരു മാനസികാവസ്ഥ, അച്ഛനും അമ്മയും കൂടുന്ന സ്ഥലത്തൊരു മാനസികാവസ്ഥ, കാമുകിക്കൊരു മാനസികാവസ്ഥ, ഭാര്യയ്ക്കൊരു മാനസികാവസ്ഥ, നമ്മുടെ കൂടെ നടക്കുന്ന കൂട്ടുകാരന്മാർക്കും ജോലി സ്ഥലങ്ങളിലും മാനസികാവസ്ഥ. ഈ മാനസികാവസ്ഥയിൽ നിന്നിട്ട് നമ്മളവിടെ ഇല്ല ആക്ച്വലി. ശരിക്കും മനസ്സിലായി? ഓരോ ആളുകളും അവരുടെ പവർ അനുസരിച്ചിട്ടാണ് നമ്മുടെ അടുത്ത് പ്ലേ ചെയ്യുന്നത്. അതായത് മറ്റുള്ള ആളുകളാണ് നമ്മളുടെ മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്നത്.
ഒരിക്കലും നമുക്ക് നിയന്ത്രിക്കാനുള്ളൊരു അവകാശം ഇല്ല ഇവിടെ. ശരി, നമ്മുടെ വീട്ടിൽ ചെന്നാൽ പോലും അങ്ങനെയല്ലേ? നമ്മളൊരിക്കലും സന്തോഷിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആവണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ അടുത്തോ ഇല്ല, അവരിൽ ഒരാളായി മാറുക എന്നുള്ളത്. ഒരിക്കലും നമ്മുടെ പെയിനോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾക്കോ അവിടെ സ്ഥാനമില്ല. അപ്പം എൻ്റെ ബുദ്ധിമുട്ടോ പല ആളുകളും അവരുടെ ഇമോഷൻസ് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളുകളൊന്നും ഇല്ല. 90% ഇല്ല എന്നുള്ള റിയാലിറ്റി. കഥകൾ കേൾക്കാം, ആശ്വസിപ്പിക്കാം ഒരു പരിധി വരെ. 2-3 വട്ടം ആ കഥകൾ റിപ്പീറ്റ് പറഞ്ഞാൽ അത് ഇവരെല്ലാവരും എടുക്കുന്നത് ഒരു അവസരവാദമായിട്ടാണ്. നമ്മളെന്തോ ഇമോഷണലി ഒരു ഡ്രാമ കളിക്കുകയാണെന്നുള്ളൊരു തിങ്കിങ്ങിലോട്ട് ഇവരെല്ലാവരും എത്തും. പിന്നീട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളോട് നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം പറയുമ്പോൾ ഇവരുടെ ആറ്റിറ്റ്യൂഡ് ബേസും ഇവരുടെ ഫേസിൻ്റെ എക്സ്പ്രഷനൊക്കെ വെച്ചിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെന്ത് വളരെ ഇൻസൾട്ടഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഇവർക്കൊരു ബാധ്യതയാണോ, ഒരു ശല്യമാണോ, ഈ പറഞ്ഞ പോലെ ഒരു ഇൻസൾട്ടഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ ഭയങ്കര ക്ലോസ്ഡ് ആകും, നമ്മൾ ആരോടൊന്നും സംസാരിക്കുക. അല്ല, അതല്ലേ ശരിക്കും ഏറ്റവും നല്ല കാര്യം. ഞങ്ങോട്ട് നമ്മളെയും കൊണ്ട് മറ്റുള്ളവർക്ക് സഹായം ഉണ്ടായില്ലെങ്കിൽ പോലും നമ്മളെയും കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. ശരിയല്ലേ? നമ്മളൊരാളെ സഹായിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമ്മൾ ഒരിക്കലും അവരെ ഉപദ്രവിക്കരുത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. നമ്മുടെ മാനസികാവസ്ഥ നിയന്ത്രിക്കുന്ന നമ്മളല്ല എന്നുള്ള. നമ്മുടെ 90% നമുക്ക് വരുന്ന സജഷൻസാണ്, നമുക്ക് വരുന്ന ഇമോഷൻസാണ്. നമ്മളെപ്പോഴും പലപ്പോഴും മറ്റുള്ളവരുടെ അച്ഛന് വേണ്ടിയിട്ട്, അമ്മയ്ക്ക് വേണ്ടി അവർക്ക് നിൽക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് നമ്മുടെ മാനസികാവസ്ഥ എത്രയോ കുഞ്ഞ് മക്കളാണെങ്കിലും ആളുകളാണെങ്കിലും പാരൻസുമായിട്ട് ഒരു എന്താ പറയുക, ഒന്ന് ഹഗ് ചെയ്തിട്ട് എത്ര നാളായിട്ടുണ്ടാവും, ഒന്ന് സംസാരിച്ചിട്ട് എത്ര നാളായിട്ടുണ്ടാവും ഇവരെല്ലാവരും. പലപ്പോഴും ഇവരെല്ലാവരും എന്താ പറയുക, എല്ലാവരും ഉണ്ടെങ്കിൽ പോലും ഒറ്റപ്പെടുന്ന ഒരു ഭയങ്കര ഭീകരാവസ്ഥ. എല്ലാ മനുഷ്യരും എല്ലാവരും ഉണ്ട്, പിന്നെ ആരും ഇല്ല. അതെ അല്ലേ? ശരിയല്ലേ? പലപ്പോഴും നമ്മൾ ദൈവത്തിനെ എന്തുകൊണ്ടാണ് ദൈവത്തിന് ഇത്രയും ഫാൻസ് വരാൻ കാരണം എന്താ? അൾട്ടിമേറ്റ്ലി എന്തുണ്ടെങ്കിലും നമുക്ക് എന്തും പറയാം, നമ്മളെ ജഡ്ജ് ചെയ്യില്ല അവരാരും. നമ്മൾ ഏത് ദൈവങ്ങളാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ജഡ്ജ് ചെയ്യില്ല എന്നുള്ളതാണ് ഇഷ്യൂ. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയമായിരിക്കുന്നത്. ഒരിക്കലും ബന്ധങ്ങളോ സൗഹൃദങ്ങളോ ഏതോ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും നമ്മൾ പറയാതെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്സിങ്ങാണ്. ഇപ്പം ഞാൻ രാവിലെ ആണെങ്കിലും, ഇപ്പം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ വൈകുന്നേരം എൻ്റെ വീട്ടിലോട്ട് ചെന്ന് കയറുന്നത് എൻ്റെ മാനസികാവസ്ഥ പലപ്പോഴും ഞാൻ സപ്രസ് ചെയ്ത് വെക്കേണ്ട ഒരു അവസ്ഥയിലാണ് പലപ്പോഴും എല്ലാ മനുഷ്യരും, ഞാൻ മാത്രമല്ല എല്ലാ മനുഷ്യരും ജീവിക്കുന്നത്. ചിരിച്ചിട്ട് വീട്ടിലോട്ട് ചെന്ന വീടിൻ്റെ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ കരഞ്ഞു കയറുന്ന എത്രയോ പേരുണ്ട്. സ്വന്തം ഭാര്യ അല്ലെങ്കിൽ അമ്മ അച്ഛനമ്മ അപ്പുറത്തുണ്ടായിട്ടും ഇപ്പുറം മാറിയിരുന്ന് കരയുന്ന, സങ്കടപ്പെടുന്ന, ഒറ്റപ്പെടുന്ന എത്രയോ സ്ത്രീകളും പുരുഷന്മാരും ഞാൻ ഡെയിലി കാണുന്ന എൻ്റെ തെറാപ്പിയിൽ. ആക്ച്വലി ഇവർക്ക് ആരുമില്ല എന്നുള്ള സത്യം, ആരുമില്ല എന്നുള്ളത് റിയാലിറ്റിയാണ്. നമ്മൾ ആ റിയാലിറ്റി എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നോ അന്ന് നമ്മൾ അടുത്ത പോയിന്റിലോട്ട് നമ്മൾ മാറും. നമ്മളിത് അക്സെപ്റ്റ് ചെയ്യാത്ത സമയം വരെ തെരേസ നമ്മൾ ദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കേണ്ടി വരും. ഇത് ഞാൻ മനസ്സിലാക്കിയ, എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ സത്യമാണ്. നമ്മൾ ഒറ്റയ്ക്കാണ്.